നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിൻ്റെ 13ാമത് മുഖ്യമന്ത്രിയായി വടശ്ശേരി ദാമോദരൻ സതീശൻ അധികാരമേറ്റെടുക്കുമ്പോൾ ജനസാഗരം ആരവങ്ങളിൽ മുഴങ്ങുന്ന കാഴ്ച. ഇത്ര വലിയ ഒരു ജനകീയ പിന്തുണ മറ്റേതെങ്കിലും മുഖ്യമന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് സംശയം. ഇതൊരു സിനിമാ താരമല്ല, കമ്മ്യൂണിസ്റ്റ് ഏകാധിപതിയല്ല, ജനങ്ങൾക്കിടയിൽ നിന്ന് വളർന്നു വന്ന ഒരു സാധാരണക്കാരൻ. അതുതന്നെയാണ് ഈ ജനാധിപത്യത്തിൻ്റെ മനോഹാരിത. വി.ഡി. സതീശൻ്റെ ഒരു ചിരിയുണ്ട്, അതാണ് സൂപ്പർ. സത്യപ്രതിജ്ഞ ചൊല്ലി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കസേരയിലേക്ക് വന്നിരുന്ന് വി.ഡി. സതീശൻ ആ ജനക്കൂട്ടത്തെ നോക്കി ഒന്ന് ചിരിച്ചു. സതീശൻ്റെ ചിരി നമ്മൾ മുൻപും കാണുന്നതാണ്. മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ, ജനക്കൂട്ടത്തിന് മുന്നിൽ, കോൺഗ്രസ് പ്രവർത്തകർക്ക് മുന്നിൽ എപ്പോഴും ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സതീശൻ. രാഷ്ട്രീയ പിരിമുറുക്കങ്ങൾക്കിടയിൽ സതീശനെ ചിരിയോടുകൂടി മാത്രമേ കേരളം കണ്ടിട്ടുള്ളൂ. മുഖ്യമന്ത്രിയായി ആരെ ഹൈക്കമാൻഡ് നിയോഗിക്കും എന്ന ആശങ്ക പരക്കുന്നതിനിടയിലും സതീശൻ്റെ മുഖത്തെ ആ ചെറുചിരി. മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം രമേശ് ചെന്നിത്തലയുടെ വസതിയിലേക്ക് ചെന്ന് കയറുമ്പോഴും സതീശൻ്റെ മുഖത്ത് ആ ചിരിയുണ്ട്. ഒടുവിൽ കെ.സി. വേണുഗോപാലിനെ വിമാനത്താവളത്തിൽ വെച്ച് കണ്ടുമുട്ടുമ്പോഴും വി.ഡി. സതീശൻ ചിരിക്കുന്ന കാഴ്ച. അപൂർവമായി മാത്രം ചിരിച്ച ഒരു മുഖ്യമന്ത്രി 10 വർഷം കേരളം ഭരിച്ചു. പിണറായി വിജയനെ ഏകാധിപതിയായി ജനം മുദ്രയടിച്ചതും ചിരിയില്ലാത്ത ആ മുഖം കണ്ട്. പിണറായി വിജയൻ എന്ന ഭരണാധികാരിയെ ജനം ഒരു ഏകാധിപതിയായി മുദ്രയടിച്ചു. അപൂർവമായി മാത്രം ചിരിക്കുന്ന പിണറായി വിജയൻ ജനങ്ങളിൽ നിന്നേറെ ദൂരെയാണ് എന്ന് സാധാരണക്കാർ കരുതി. അവിടെയാണ് ഒരു സാധാരണക്കാരൻ ഇപ്പോൾ നടന്ന് ജനഹൃദയങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. വി.ഡി. സതീശനെ മാധ്യമങ്ങൾ വാഴ്ത്തുന്നത് ഒറ്റയ്ക്ക് പടവെട്ടി വന്നവനെന്ന്. പൊതുവെ പൊളിറ്റിക്കൽ ജെന്റിൽമാൻ എന്ന വിശേഷണമാണ് വി.ഡി. സതീശന് മേൽ ചാർത്തപ്പെട്ടിരിക്കുന്നത്. പലപ്പോഴും ഒരു ചെറുചിരിയോടെ സതീശൻ പറയുന്ന ഒരു വാക്കുണ്ട്: വാക്കിന് വിലയുള്ളവനാണ് ഞാൻ, വാക്ക് പറയുന്നത് പാലിക്കാനാണ്. ഗവർണർ ചൊല്ലിക്കൊടുത്ത സത്യവാചകം വളരെ സ്പഷ്ടമായി ഉച്ചരിച്ചുകൊണ്ടാണ് സതീശൻ ഏറ്റുചൊല്ലിയത്. 10 വർഷത്തിന് ശേഷം ഏറ്റവും മനോഹരമായൊരു സ്ഥാനാരോഹണത്തിൻ്റെ ആവേശത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ. ഇത് പൊരുതി നേടിയ വിജയ നിമിഷം. കേരളത്തിൻ്റെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയാവാൻ വി.ഡി. സതീശന് കഴിയട്ടെ എന്ന് കോൺഗ്രസ് പ്രവർത്തകർ പ്രാർത്ഥിക്കുന്നു. ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് ജനം പ്രതീക്ഷിക്കുന്നത് സതീശൻ കേരള ജനതയ്ക്ക് നൽകുമെന്ന് നമുക്ക് ആശിക്കാം. ക്ലാരിറ്റി, ക്ലിയർ ആൻഡ് ബോൾഡ്, അതാണ് വി.ഡി. സതീശൻ. ജനമാണ് യഥാർത്ഥ ജനാധിപത്യം. അവിടെയാണ് ഭരണാധികാരി ഉയർന്നു വരുന്നത്. ഭരണാധികാരി നടപ്പിലാക്കേണ്ടത് ജനാഭിലാഷം. ജനങ്ങൾക്കൊപ്പം നടന്ന ഒരു മുഖ്യമന്ത്രിയെ അനുസ്മരിച്ചുകൊണ്ടാണ് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് തലസ്ഥാനത്തേക്ക് തിരിച്ചത്. മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ അവർ അനുസ്മരിച്ചു. അദ്ദേഹത്തിൻ്റെ ജനകീയത, ഉമ്മൻചാണ്ടിയുടെ ഔദ്യോഗിക വസതിയിലേക്ക്, അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് ഏതൊരാൾക്കും എപ്പോൾ വേണമെങ്കിലും കടന്നു ചെല്ലാം. തങ്ങളുടെ സങ്കടങ്ങൾ ആ വലിയ മനുഷ്യനെ ധരിപ്പിക്കാം. കഴിഞ്ഞ 10 വർഷം കേരള ജനത കണ്ടത് തങ്ങളുടെ മുന്നിൽ കൊട്ടിയടയ്ക്കപ്പെട്ട അധികാര സിംഹാസനങ്ങൾ. എം.എൽ.എമാരുടെ പിന്തുണയല്ല, ജനകീയ പിന്തുണയാണ് ഏറ്റവും വലുത് എന്ന് ഹൈക്കമാൻഡിനെ വരെ ബോധ്യപ്പെടുത്തിയ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി അധികാരമേറ്റെടുത്ത് കടന്നു വരുമ്പോൾ ജനാഭിലാഷം നിറവേറ്റുന്ന ഒരു മുഖ്യമന്ത്രിയായി അദ്ദേഹം മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് വിജയത്തിൻ്റെ മനോഹാരിതയാണ് അവർക്ക് മുന്നിൽ. ഈ ആഘോഷം കളറാക്കി അവർ മുന്നേറുമ്പോൾ വി.ഡി. സതീശൻ്റെ വാക്കുകളും വി.ഡി. സതീശൻ്റെ ചെറുപുഞ്ചിരിയുമാണ് അവർക്ക് മുന്നിൽ വിരിയുന്ന ഏറ്റവും വലിയ വിജയ ചിഹ്നങ്ങൾ. ആവേശം രോമാഞ്ചമാകുമ്പോൾ വി.ഡി. സതീശൻ ജനഹൃദയങ്ങളിലേക്ക് വീണ്ടും നടന്നു കയറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ വി.ഡി. സതീശൻ എന്ന അധികാര കേന്ദ്രത്തിന് ചുറ്റും എപ്പോൾ വേണമെങ്കിലും നിരവധി അവതാരകർ പിറവിയെടുക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളം കേൾക്കുന്ന ഒരു മുദ്രാവാക്യമുണ്ട്: പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്ന മുദ്രാവാക്യം. അതെ, പട നയിച്ചവനെ തന്നെ ജനം തെരഞ്ഞെടുത്തിരിക്കുന്നു. ജനകീയ പ്രശ്നങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളും സഭയ്ക്കകത്തും പുറത്തും പുലർത്തുന്ന മാന്യമായ പെരുമാറ്റവും അതാണ് ജനങ്ങളെ സതീശനിലേക്ക് കൂടുതൽ അടുപ്പിച്ചത്. വി.ഡി. സതീശൻ എന്ന നേതാവ് ജനഹൃദയങ്ങളോട് പലപ്പോഴും അടുത്തു നിൽക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് കാണാം. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നിന്ന് അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി സ്ഥാനാരോഹണം ചെയ്യുമ്പോൾ ഏറെ പ്രതീക്ഷയുണ്ട് കേരളത്തിലെ ഓരോ ജനങ്ങൾക്കും. കഠിനാധ്വാനത്തിലൂടെ, കൃത്യമായ നിലപാടുകളിലൂടെ അദ്ദേഹം പടുത്തുയർത്തിയ ഒരു നായക സങ്കല്പമാണ് ഇന്ന് അധികാര കസേരയിലെത്തി നിൽക്കുന്നത്.
അതേ നായക സങ്കല്പത്തെ ഒരു ജനത നെഞ്ചിലേറ്റുന്നു. ജനകീയനായി ഈ പോരാളിക്ക് മുന്നിൽ കേരള ജനത അണിനിരക്കുന്നത് അദ്ദേഹത്തിൽ അർപ്പിച്ചിരിക്കുന്ന ഏറെ വിശ്വാസങ്ങൾ കൊണ്ടാണ്. എന്നാൽ ജനകീയ പരിവേഷമുള്ള ഈ നായക സ്ഥാനം ഏതെങ്കിലും അഭിനയത്തിലൂടെയാണ് അദ്ദേഹം നേടിയെടുത്തതെങ്കിൽ അതൊക്കെ ഒരു നീർക്കുമിള പോലെ പൊട്ടിച്ചിതറും. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും ഈ നാടിനെ കോൺഗ്രസ് പ്രവർത്തകരെ തളരാതെ മുന്നോട്ട് നയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. UDF എന്ന വികാരം ഘടകകക്ഷികളിലേക്ക് സന്നിവേശിപ്പിച്ച അദ്ദേഹം ടീം UDF എന്നൊരു വികാരം സൃഷ്ടിച്ചെടുത്തു. നിയമസഭയിലെ പ്രസംഗങ്ങൾ വസ്തുതകൾ നിരത്തിയും എതിരാളികളെപ്പോലും ചുഴറ്റി എറിയുന്നതുമായിരുന്നു. പലപ്പോഴും പിണറായി വിജയൻ സതീശന്റെ വാക്കുകളെ ഭയന്നു. ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി പ്രതിബദ്ധതയുള്ള ഒരു മനുഷ്യസ്നേഹി എന്ന നിലയിലാണ് കേരളം സതീശനെ ഏറെ വിശ്വസിക്കുന്നത്. പുതിയൊരു കേരളം അദ്ദേഹം കേരള ജനതയ്ക്ക് മുന്നിൽ വെച്ചു. ജനങ്ങൾക്കേറെ പ്രതീക്ഷയുണർത്തുന്ന നിരവധി സ്വപ്നങ്ങൾ അദ്ദേഹം ജനതയ്ക്ക് മുന്നിൽ വരച്ചു കാട്ടി. വികസനവും പരിസ്ഥിതിയും ഒരുപോലെ കൊണ്ടുപോകുമെന്നതാണ് സതീശന്റെ മുദ്രാവാക്യം. കേരളത്തിന്റെ ഭാവി ശോഭനമാക്കുമെന്ന അദ്ദേഹത്തിന്റെ വാഗ്ദാനം ജനം നെഞ്ചേറ്റിയിരിക്കുന്നു. ധനകാര്യ വകുപ്പ് ഉൾപ്പെടെ കൈവശം വെച്ചിരിക്കുന്ന സതീശനിൽ ജനം കൂടുതൽ വിശ്വസിക്കുന്നതും അതുകൊണ്ട് തന്നെ. സമൂഹ മാധ്യമങ്ങളിൽ പലരും കുറിക്കുന്നു, കണ്ണുകൾ തിറയുന്നു. ജനങ്ങളിൽ ഒരാളെ ജനത്തിന്റെ നായകനായി തെരഞ്ഞെടുത്തത് ജനാധിപത്യത്തിന്റെ മനോഹാരിത തന്നെ. സത്യവാചകത്തിൽ അദ്ദേഹം ഉറക്കെ പറഞ്ഞ ഒരു വാചകമുണ്ട്: ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തലത്തിലുമുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്ന് ദൈവനാമത്തിൽ അദ്ദേഹം പ്രതിജ്ഞ ചെയ്തിരുന്നു. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും മതേതരത്വത്തിന്റെയും ഒരു പുതിയ കേരളം പിറക്കുമെന്ന പ്രതീക്ഷ ജനങ്ങളിലേറെയാണിപ്പോൾ. സതീശന്റെ ഈ സത്യപ്രതിജ്ഞയ്ക്ക് ഒരു ബാഹുബലി വൈബുണ്ട് എന്ന് യുവജനത പറയുന്നു. പുതുതലമുറയ്ക്ക് ജൻസി പ്രതീക്ഷകൾ നൽകുന്ന സതീശന്റെ വാക്കുകൾ പലപ്പോഴും നമ്മുടെ സമൂഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ നായകൻ സതീശൻ അധികാരമേറ്റെടുത്ത് ജനങ്ങൾക്കിടയിലേക്ക് ഇതാ കടന്നു വന്നിരിക്കുന്നു. സെൻട്രൽ സ്റ്റേഡിയത്തിലെ ജനതയുടെ ആർപ്പുവിളികൾ ആരെയും അമ്പരപ്പിക്കുന്നത്. പോലീസ് വലയം ഭേദിച്ച് രാഹുൽ ഗാന്ധി പ്രവർത്തകർക്ക് മുന്നിലേക്ക് എത്തിയ നിമിഷങ്ങൾ അവർക്ക് കൂടുതൽ ആവേശം പകർന്നു. സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഉയർത്തിപ്പിടിച്ച ഒരു ഫ്ലെക്സ് ബോർഡ്. ആ ഫ്ലെക്സ് ബോർഡിലെ വാക്കുകൾ ഇങ്ങനെ: കേരളം കണ്ട കരിസ്മയുള്ള ലീഡർ മുഖ്യമന്ത്രി VD സതീശന് ഹൃദയാഭിവാദ്യങ്ങൾ. മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ചെയ്ത ദുഷ്പ്രവൃത്തികൾക്ക് നേരെ ഘടകവിരുദ്ധമാണ് സതീശന്റെ ഓരോ നീക്കവും. ആഡംബരമല്ല, ജനകീയതയാണ് തൻ്റെ മുഖമുദ്രയെന്ന് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടായിരുന്നു സതീശന്റെ തുടക്കം. എസ്കോട്ടും പൈലറ്റും മാത്രം മതി, മറ്റകമ്പടി വാഹനങ്ങൾ തനിക്ക് വേണ്ട എന്ന് സതീശൻ പറഞ്ഞപ്പോൾ അതിന് മാധ്യമങ്ങളുടെ മാത്രമല്ല ജനതയുടെ വലിയ കയ്യടി. ട്രാഫിക് പോയിന്റുകളിൽ ജനങ്ങളെ തടഞ്ഞുകൊണ്ട് തൻ്റെ യാത്രയ്ക്കായി സുരക്ഷയൊരുക്കേണ്ട എന്ന് പോലീസിന് നൽകിയ നിർദ്ദേശം. 40 അകമ്പടി വാഹനങ്ങളും ട്രാഫിക് ജാമുമൊക്കെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു പിണറായി വിജയൻ്റെ പ്രത്യേകതകളായിരുന്നു എന്ന് ജനതയ്ക്കറിയാം. രക്ഷാപ്രവർത്തനം എന്ന പേരിൽ പിണറായി വിജയന് നേരെ കരിക്കൊടി കാട്ടിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ച ഒരു കേരളം. അതിൽ നിന്ന് മുക്തമാകുമ്പോൾ അന്ന് ഏറെ മർദ്ദനം നേരിടേണ്ടി വന്ന OJ ജനീഷ് പോലും ഇപ്പോൾ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. അതുതന്നെയാണ് ടീം VDS. ക്ലിപ്പ് ഹൗസിന് മോടി പിടിപ്പിക്കേണ്ട, ധൂർത്തും അനാവശ്യ ചെലവുകളും പാടില്ല തുടങ്ങി നിരവധി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് VD സതീശന്റെ കടന്നുവരവ്. ലാളിത്യവും ജനകീയതയും മുഖമുദ്രയാക്കിയ പുതിയ മുഖ്യമന്ത്രിക്ക് അഭിനന്ദനങ്ങൾ, അഭിവാദ്യങ്ങൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.